ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എനിക്കൊരു ജോബ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് വന്ന് റെസ്യൂമേ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റെസ്യൂമേ കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ ട്രെയിൻ കയറി ബസ് കയറി വന്നത്. അപ്പോൾ അത് ഇവർക്ക് അറിയില്ലായിരുന്നു. ഒരു വുമണായിരുന്നു പുള്ളിക്കാരി. എന്നിട്ട് അയ്യോ അത് ജസ്റ്റ് മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു, ഇത്രയും ദൂരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞു ഓക്കെ എന്തായാലും റെസ്യൂമേ നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ട് ചോക്ലേറ്റ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സ്ഥലം നല്ല രസമാട്ടോ. ഐ വിൽ ഷോ യു ഗൈസ്. ആക്ച്വലി ആ സൈഡിൽ നല്ല വ്യൂ ആയിരുന്നു, പക്ഷെ ആ വിൻഡോ ക്ലിയർ അല്ലാണ്ടായിപ്പോയി. ഇനി എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. എനിക്ക് വർക്ക് തുടങ്ങുന്ന 1 o'clock. സോ വാട്ട് ഐ എം പ്ലാനിങ് ഇസ് ദാറ്റ്, ഞാൻ പറഞ്ഞ കേൾക്കാമോ എന്നറിയില്ല. വാട്ട് ഐ എം പ്ലാനിങ് ഇസ് ദാറ്റ് എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ അവിടെ കുറച്ച് സ്ഥലമുണ്ട് ഇരിക്കാനായിട്ട്. സോ ലെറ്റ്സ് ഗോ ദേർ, സിറ്റ് ദേർ ആൻഡ് ഈറ്റ് ദ ബ്രെഡ്. ഞാൻ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നമുക്കത് കഴിക്കാം. എന്നെ സമ്മതിക്കണം കേട്ടോ. ഇവിടെ ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിലും somehow I got the courage to take this video. ഞാൻ പറഞ്ഞ് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ എനിക്ക്. നമ്മൾ യൂണിവേഴ്സിറ്റിയിലെത്തി. സോ ഞാൻ വ്യൂ കാണിച്ചു തരാം. ബ്രെഡ് കഴിക്കാം. സോറി. ഞാൻ കഴിക്കണം പറഞ്ഞിട്ട് വന്നത്. ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്ക് കഴുകാം. കൈ കഴുകിയിട്ട് നമുക്ക് റണ്ടൽ മോളിൽ പോകാം. ഓക്കെ, ഞാൻ പറയണ കേൾക്കാൻ പറ്റില്ലായിരിക്കും നിങ്ങൾക്ക്. സോ സോറി. കാരണം എനിക്ക് മൈക്കില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇങ്ങനെ എടുക്കാം. കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ എടുത്തിട്ട്. സോ ഇനി നമ്മൾ ഇപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടാവില്ലേ, ഇതിപ്പോൾ തന്നെ നിർത്തും. കാരണം എനിക്ക് കോൺഫിഡൻസ് ഇല്ല, പിന്നെ ആൾക്കാരും നോക്കും. സോ ഇനി നമുക്ക് ബസ്സാകി നോക്കാം. ഓക്കെ, എന്നിട്ട് റണ്ടൽ മോളിൽ പോകുന്ന കാര്യം തീരുമാനിക്കാം. കാരണം റണ്ടൽ മോളിൽ പോയി കഴിഞ്ഞിട്ട് ബസ് നോക്കിക്കഴിഞ്ഞ് ബസ് ഇല്ലെങ്കിൽ പിന്നെ അതും പണിയാവും. എനിക്ക് ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ ബസ് നോക്കി, ബസ്സുണ്ട്.
നമുക്ക് ഇപ്പോൾ 11:20 ആവണുള്ളൂ. നമുക്ക് 11:50 ബസ്സിന് പോകാം. ഇതാണ് റെൻ്റൽ മാൾ. ഇത് കണ്ടില്ലേ? ഒരു കാര്യം ചെയ്യാം, KMRT പോകാം. അവിടെ പോയിട്ട് ചുമ്മാ കുറച്ച് ഡ്രസ്സ് നോക്കിയിട്ട് വരാം. Yeah, we'll do that. യൂഷ്വലി ഇവിടെ ഇങ്ങനെ ക്ലിയറൻസ് പറഞ്ഞിട്ട് ഇടും, പക്ഷെ ഇതിപ്പോൾ ഒന്നും കണ്ടില്ല. യൂഷ്വലി ഇവിടെയാണ് ഇടാറ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല, അതാണ് പ്രശ്നം. ഒരു ഉപയോഗമില്ല. ഞാനിപ്പോൾ ബസ്സിൽ പാട്ടിട്ടുണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാട്ടോ. ഈ ബസ്സിലാണെങ്കിൽ ആ കാർഡ് ടാപ്പ് ചെയ്യണ മെഷീൻ വർക്ക് ആവുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ആ പൈസ സേവ് ചെയ്തു ഞാൻ. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി വർക്കിന് പോകണം. ഞാൻ എൻ്റെ കൈ കാണിച്ചെന്ന് എന്താണെന്ന് അറിയാം. എൻ്റെ കണ്ടോ ജാക്കറ്റിൽ വരെ ഞാൻ മെക്കേ കയറി. എന്നിട്ട് ഞാൻ അവിടുത്തെ ഫൗണ്ടേഷൻ ട്രൈ ചെയ്തു. മുഖത്തല്ല, കയ്യിൽ ട്രൈ ചെയ്തേ. ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർക്കുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ റോഡിൻ്റെ ലിപ് ബാം ആണെന്ന് തോന്നുന്നു, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് പരട്ടി. അതിൻ്റെ ഒരു വയലറ്റ് കളർ ട്യൂബാണ് ഞാൻ യൂസ് ചെയ്തത്. കൈ കണ്ടോ, എൻ്റെ ജാക്കറ്റിൽ ഞാൻ പോയി നനച്ചത് ശരിയാക്കണം. ഞാൻ ഇത്ര നേരം വ്ളോഗ് ചെയ്യുമായിരുന്നു. എൻ്റെ പുറകെ ഒരു ചേച്ചി ഇരുന്നതിന് ഇപ്പോഴാണ് അറിഞ്ഞത്. അത് ചുമച്ചപ്പോഴാണ് ഞാൻ കേട്ടത്. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കണ്ടത്. കണ്ടോ, അവിടെ ഒരു ചേച്ചിയുണ്ട്, നടന്നോണുണ്ടോ? ആ ചേച്ചി എൻ്റെ പുറകെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. എന്നിട്ട് നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഞെക്കണം. ഇത് ഞെക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഗ്രീനാവും. അപ്പോൾ ഗ്രീനായി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യും. ആ സൗണ്ട് കേട്ടോ, അതാണ് അത് ഗ്രീനാവുമ്പോൾ വരുന്ന സൗണ്ട്. എൻ്റെ ബാക്കിലൊരു സ്കൂളാണ്. സോ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്, ഇനി ഷിഫ്റ്റിന് പോവാണ്. ഇനി 4 വരെയാണ് ഷിഫ്റ്റ്. അത് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതായിരുന്നു. ഞാൻ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് ഒട്ടും ഓർത്തതല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വ്ളോഗ് എടുത്തത്. കാരണം എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അന്നേരമാണ് എനിക്ക് സന്തോഷമായത്. എനിക്ക് രാവിലെ മൊത്തം തലവേദനയായിരുന്നു. ഇപ്പോഴും തലവേദനയുണ്ട്, കാരണം ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് ആ ഹോട്ട് ചോക്ലേറ്റ് എൻ്റെ മൂഡ് ശരിയാക്കി. സോ ദാറ്റ്സ് ദ റീസൺ ഐ ടുക്ക് ടുഡേയ്സ് വ്ളോഗ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. See you in the next video. Bye. ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇന്നെടുത്ത വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ചെയ്യണത്. എൻ്റെ ഈ ഹെഡ്ഫോണിൻ്റെ മൈക്ക് വർക്ക് ആവുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് വർക്കിംഗ്.
ഇറ്റ്സ് വർക്കിംഗ്. ഞാൻ ഈ വീഡിയോ നീ കേട്ട് നോക്കട്ടെ. ഈ വീഡിയോയിൽ ഈ മൈക്ക് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഇനിയുള്ള എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഈ മൈക്ക് വെച്ചായിരിക്കും എടുക്കാൻ പോകുന്നത്. മൈക്കില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു. യുനോ വാട്ട്, ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഈ സാധനം ഉപയോഗിച്ച് നോക്കിയതാണ്. അന്നേരം വീഡിയോയിൽ സൗണ്ട് ഇത് വരുന്നുണ്ടായില്ല. മൈക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കുന്നതും ഇതില്ലാണ്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ഓക്കെ, ഇതിൻ്റെ ഹെഡ്ഫോൺ മാത്രമേ വർക്ക് ആവുന്നുള്ളൂ, ഈ മൈക്ക് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല എന്ന്. ബട്ട് ടുഡേ ഐ റിയലൈസ്ഡ് ഇറ്റ്സ് വർക്കിംഗ്. സോ അത്രേ ഉള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. See you soon. Bye.